ഹായ് എസ് എൽ ടോക്സിൻ്റെ മറ്റൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളോട് പറയാനായിട്ട് പോകുന്നത് നോ കോണ്ടാക്ട് റൂൾ അപ്ലൈ ചെയ്തുകൊണ്ട്, അതായത് ലെറ്റ് ഇറ്റ് ഗോ ചെയ്തുകൊണ്ട് തന്നെ എങ്ങനെയാണ് നമ്മുടെ റിലേഷൻഷിപ്പ് നമുക്ക് സേവ് ചെയ്യാനായിട്ട് പറ്റുക എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ റിലേഷൻഷിപ്പിലായിരിക്കുന്ന സമയത്ത് തന്നെ ഈ പറയുന്ന നോ കോണ്ടാക്ട് റൂൾ അപ്ലൈ ചെയ്യാറുണ്ട്, പലരും അറിയാതെ ചെയ്യാറുണ്ട് എന്നുള്ളതാണ്. അതായത് നോ കോണ്ടാക്ട് റൂൾ അപ്ലൈ ചെയ്യുന്നു എന്ന് തീരുമാനിക്കാതെ തന്നെ അപ്ലൈ ചെയ്യുന്നവരുണ്ട്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പം നമ്മൾ കുറച്ച് ദിവസം ബ്ലോക്ക് ചെയ്തിട്ടൊക്കെ വിളിക്കാതിരിക്കുകയൊക്കെ ചെയ്യാറുണ്ടല്ലോ. അപ്പോൾ അതൊക്കെ നോ കോണ്ടാക്ട് റൂളിൽ വരുന്നത് തന്നെയാണ്, നമ്മൾ അവരുമായിട്ട് യാതൊരു കോണ്ടാക്റ്റും ഇല്ലാതിരിക്കുന്ന ആ ഒരു അവസ്ഥ. അപ്പോൾ ഇവിടെ നമ്മൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നോ കോണ്ടാക്ട് റൂൾ അറിഞ്ഞുകൊണ്ട് തന്നെ ചെയ്യണം. അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്ക് എത്രത്തോളം റിസൾട്ട് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ എങ്ങനെയാണത് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഞാൻ പറയാനായിട്ട് പോകുന്നത്. അപ്പോൾ ഈ നോ കോണ്ടാക്ട് റൂൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അത് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ എങ്ങനെയാണ് ബാധിക്കുന്നത്, അല്ലെങ്കിൽ ഇതുകൊണ്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ എങ്ങനെയാണ് സേവ് ചെയ്യാനായിട്ട് പറ്റുക എന്നുള്ളത് നമുക്ക് നോക്കാം. നമ്മുടെ ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് നിങ്ങളുടെ ടൈമിനെ വാല്യുബിൾ ആയിട്ട് കണക്കാക്കുക. അതായത് ഇപ്പോൾ ചിലപ്പോൾ നിങ്ങൾ ചെറിയൊരു വഴക്കോ കഴിഞ്ഞിരിക്കുന്ന ഒരാളായിരിക്കാം. അപ്പോൾ നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ മിസ്റ്റേക്ക് കൊണ്ടല്ല ഇത്തരത്തിലൊരു വഴക്ക് സംഭവിച്ചെന്നുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങൾ അവരുടെ പുറകെ പോവാതിരിക്കുക എന്നുള്ളതാണ്. നിങ്ങൾ ഡിസൈഡ് ചെയ്യുക കുറച്ച് ദിവസം നോ കോണ്ടാക്ട് റൂൾ ഫോളോ ചെയ്യാനായിട്ട് പോവുകയാണ്. അപ്പോൾ അത് ചെയ്ത് കഴിയുമ്പോൾ മാറ്റം എങ്ങനെ ഉണ്ടാവും നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് നിങ്ങളൊരു ഈ പറയുന്ന പോലെ തന്നെ ഈ ഒരു കാര്യം നിങ്ങൾ ഫോളോ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ അവർ ഒരു കാരണവശാലും ചേസ് ചെയ്യാനായിട്ട് പോകരുത് എന്നുള്ളതാണ്. പലരും ചെയ്യുന്നൊരു മിസ്റ്റേക്ക് എന്ന് പറയുന്നത് നോ കോണ്ടാക്ട് റൂളൊക്കെ അപ്ലൈ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടിരിക്കും, പക്ഷേ പിറ്റേ ദിവസം തന്നെ അവരുടെ പുറകെ പോകും. അതല്ലെങ്കിൽ അവർ എവിടെയൊക്കെ പോകുന്നുണ്ടെന്നുള്ളത് നോക്കും. ഇനിയിപ്പോൾ അങ്ങനെ അല്ലെങ്കിൽ ഫോൺ എടുത്തിട്ട് അവരുടെ സ്റ്റോറി, സ്റ്റാറ്റസ്, പോസ്റ്റ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യും എന്നുള്ളതാണ്. അങ്ങനെ നിങ്ങൾ ഒരിക്കലും ചെയ്യാതിരിക്കുക. ചിലപ്പോൾ നിങ്ങൾക്ക് രണ്ടുപേർക്കുമുള്ള കോമൺ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടായിരിക്കാം. അപ്പോൾ അവരോട് അവരെക്കുറിച്ച് അന്വേഷിക്കുക. ഇങ്ങനെയൊന്നും നിങ്ങൾ ചെയ്യരുത് എന്നുള്ളതാണ് ഒന്നാമതായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ നിങ്ങൾ ചെയ്യേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് വേണ്ടി ടൈം കണ്ടെത്താനായിട്ട് കഴിയുന്നുണ്ടായിരിക്കാം. അതായത് മുമ്പൊക്കെ നിങ്ങൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ടായിരിക്കും ടൈമൊക്കെ കളഞ്ഞിട്ടുണ്ടാവുക. പക്ഷെ ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ ആ സമയമൊക്കെ ഉണ്ടായിരിക്കാം, അതൊക്കെ ബാക്കി ഉണ്ടാവും. അപ്പോൾ അത്രയും സമയം നിങ്ങൾക്ക് വേണ്ടിയിട്ട് ടൈം സ്പെൻഡ് ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങളുടെ ഭാവിക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്ക് സമയം കണ്ടെത്താം, അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാനായിട്ടോ കഴിയും എന്നുള്ളതാണ്. അപ്പോൾ അത്തരത്തിൽ നിങ്ങളുടെ ടൈമിന് അത്രയും വാല്യൂ ഉണ്ട് എന്നുള്ളത് നിങ്ങൾ തിരിച്ചറിയാം. ആ വാല്യൂ എങ്ങനെയാണ് നിങ്ങൾ മനസ്സിലാക്കുന്നത്, അതേപോലെ തന്നെ ആ ടൈം നിങ്ങളുടെ ലൈഫിലേക്ക് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യാനും കൂടി ശ്രമിക്കുകയാണ് ചെയ്യേണ്ടത്. ഇനി രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുകയാണെങ്കിൽ നിങ്ങളുടെ ലൈഫിനെ കുറിച്ച് ഒരു ക്യൂരിയോസിറ്റി അവരുടെ ഉള്ളിൽ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. അതായത് ഏറ്റവും നല്ലൊരു കാര്യം എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഭയങ്കര ഹാപ്പി ആണെന്നൊരു ഔട്ട്ലുക്ക് ഓപ്പോസിറ്റ് നിൽക്കുന്ന പേഴ്സണിൽ ഉണ്ടാക്കിയെടുക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇത്തരത്തിലൊരു ക്യൂരിയോസിറ്റിയോ അല്ലെങ്കിൽ നിങ്ങൾക്കൊരു കുഴപ്പമില്ല, നിങ്ങൾ ഓക്കെ ആണെന്നൊരു ചിന്തയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി അവർ നിങ്ങളെ മിസ് ചെയ്ത് തുടങ്ങും എന്നുള്ളതാണ്. കാരണം ഇതിന് മുമ്പേ ചിലപ്പോൾ നിങ്ങൾ അവരുടെ പുറകെ പോവുകയോ എപ്പോഴും വിളിക്കുകയൊക്കെ ചെയ്തിരുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ പ്രത്യേകിച്ച് അങ്ങനെ വിളിയും കാര്യങ്ങളൊന്നും കാണുന്നില്ല, പക്ഷെ നോക്കുമ്പോൾ നിങ്ങൾ ഭയങ്കര ഹാപ്പിയാണ്, പക്ഷെ നിങ്ങളെക്കുറിച്ച് പ്രത്യേകിച്ച് അപ്ഡേഷൻസ് ഒന്നും കിട്ടുന്നില്ല. അതായത് നിങ്ങളിപ്പോൾ എന്ത് ചെയ്യുന്നു ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അറിയുന്നില്ല. ഇടയ്ക്കൊക്കെ എപ്പോഴൊക്കെ ഒരു പോസ്റ്റുകൾ അല്ലെങ്കിൽ സ്റ്റോറിയോ കാര്യങ്ങളൊക്കെ കാണാം. ഇത്ര മാത്രമായിരിക്കണം നിങ്ങളുടെ ലൈഫിനെ കുറിച്ച് അവർക്ക് കിട്ടുന്ന കാര്യം എന്ന് പറയുന്നത്. കൂടുതലും നിങ്ങളുടെ ലൈഫിൽ അപ്പം ഉണ്ടാവുന്ന കാര്യങ്ങളൊന്നും അവരെ അറിയിക്കാതിരിക്കുക എന്നുള്ളതാണ്. മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ അത് അറിയിക്കാതിരിക്കുക. അപ്പോൾ പ്രത്യേകിച്ച് നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ചുള്ള അപ്ഡേഷൻസ് ഒന്നും അവർക്ക് കിട്ടരുത് എന്നുള്ളതാണ്. അപ്പോൾ അത്തരത്തിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാം. കൂടുതലായിട്ടും നിങ്ങൾ ഈ പോസ്റ്റുകളൊന്നും അധികം ഒന്നും ഇടണ്ട, അല്ലെങ്കിൽ സ്റ്റോറിയും സ്റ്റാറ്റസും കൂടുതലായിട്ട് നിങ്ങൾ ഇടാതിരിക്കുക. ഇടയ്ക്കൊക്കെ എപ്പോഴെങ്കിലൊക്കെ ഇടുന്നത് കുഴപ്പമില്ല. അങ്ങനെ ഇടുന്ന സമയത്ത് അവരുടെ ഉള്ളിലൊരു ക്യൂരിയോസിറ്റിയും കാര്യങ്ങളൊക്കെ വരും. അതായത് ഇപ്പോൾ ആദ്യമൊന്നും നിങ്ങളെക്കുറിച്ച് ഒന്നും അറിയാൻ പറ്റുന്നില്ല, എന്ത് ചെയ്യുന്നു ഒന്നും അറിയണില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവർ ചിന്തിച്ച് തുടങ്ങും എന്താണ് സംഭവിച്ചിട്ടുണ്ടാവുക, അല്ലെങ്കിൽ ആളെക്കുറിച്ചൊന്നും അറിയുന്നില്ലല്ലോ എന്നുള്ളത്. കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് നിങ്ങളുടെ ഒരു ഫോട്ടോ ഒക്കെ നിങ്ങൾ സ്റ്റോറി ആയിട്ടൊക്കെ ഇടുകയാണെന്നുണ്ടെങ്കിൽ അവരത് കാണും. അപ്പോൾ അവരുടെ മനസ്സിൽ ചിന്തകൾ കൂടി വരും എന്നുള്ളതാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ക്യൂരിയോസിറ്റി എപ്പോഴും അവരുടെ ഉള്ളിൽ ഉണ്ടാക്കിയെടുക്കാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക. ഇനി മൂന്നാമത്തെ ഒരു പോയിന്റ് എന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള കൃത്യമായ ലിസ്റ്റ് നിങ്ങൾ തയ്യാറാക്കുക എന്നുള്ളതാണ്. ഇവിടെ ഇപ്പം നിങ്ങളെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കുക എന്നുള്ളത് എനിക്ക് പറയാനുള്ളൂ. അതായത് നിങ്ങളുടെ ലൈഫിനെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കുക, നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അതേപോലെ കൃത്യമായ ഒരു ലിസ്റ്റ് നിങ്ങൾ ഉണ്ടാക്കുക. ഞാൻ ഇന്ന കാര്യം ചെയ്യും, ഇന്ന ദിവസത്തിനുള്ളിൽ ഇന്ന കാര്യം ചെയ്യും എന്നുള്ള കൃത്യമായ ഒരു ലിസ്റ്റ് നിങ്ങൾ ഉണ്ടാക്കിയെടുക്കാനായിട്ട് ശ്രമിക്കുക. അതുമായിട്ട് നിങ്ങൾ മുന്നോട്ട് പോകുക എന്നുള്ളതാണ്. അതായത് അത് ഫോളോ ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുക. കൂടുതലായിട്ടും നിങ്ങളുടെ ലൈഫിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന ഒരു ഗ്രോത്ത് ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്ന കാര്യങ്ങളാവണം നിങ്ങൾ ഫോളോ ചെയ്യേണ്ടത്. അപ്പോൾ ഇത്തരത്തിൽ നോ കോണ്ടാക്ട് റൂൾ ഫോളോ ചെയ്യുകയും അതിൻ്റെ ആ ഒരു ടൈം പീരീഡിൽ തന്നെ നിങ്ങൾ നിങ്ങളുടെ ലൈഫിന് വേണ്ടി കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുകയും അതൊന്ന് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യുകയൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ആ ഒരു ടൈം പീരീഡ് കഴിയുമ്പോൾ, അതായത് ഈ നോ കോണ്ടാക്ട് റൂളൊക്കെ അപ്ലൈ ചെയ്തതിന് ശേഷം അല്ലെങ്കിൽ കുറച്ച് കാലം കഴിയുമ്പോഴത്തേക്കും അവർക്ക് തന്നെ വലിയൊരു അത്ഭുതമായിട്ട് മാറിയേക്കാം എന്നുള്ളതാണ്. അങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്. അതായത് നിങ്ങൾക്ക് വേണ്ടി ടൈം കണ്ടെത്തുകയും നിങ്ങളുടെ ലൈഫ് ഗ്രോത്തിന് വേണ്ടിയിട്ട് സമയം ചെലവഴിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഈ പറഞ്ഞ 3 കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുക. പിന്നെ വേറൊരു കാര്യം കൂടി പറയാനുണ്ട്. ഇപ്പോൾ നോ കോണ്ടാക്ട് റൂൾ അപ്ലൈ ചെയ്യാന്ന് പറയുമ്പോൾ നിങ്ങൾ കൃത്യമായിട്ടൊരു സമയം നിങ്ങൾ തന്നെ കണ്ടെത്തുക. അപ്പോൾ 2 ആഴ്ചയാണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ 3 ആഴ്ച, ആ ഒരു ടൈം
നിങ്ങൾ തന്നെ കൃത്യമായിട്ട് തീരുമാനിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നോ കോൺടാക്ട് റൂൾ അല്ലേ എന്ന് പറഞ്ഞിട്ട് പലരും ചെയ്യുന്നൊരു കാര്യമുണ്ട്, മറ്റു പല റിലേഷൻഷിപ്പിലേക്ക് പോകുന്നവർ അല്ലെങ്കിൽ മറ്റുള്ളവരെ പ്രണയിക്കണമെന്ന് വിചാരിച്ച് അഫെയറിലേക്ക് പോകുന്നവരൊക്കെ ഉണ്ട്. അങ്ങനെ നിങ്ങൾ ഒരിക്കലും ചെയ്യരുത്. നോ കോൺടാക്ട് റൂൾ എന്ന് പറയുന്നത് ഇവരെ നിങ്ങളിലേക്ക് തിരികെ കൊണ്ടുവരാൻ അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് കുറച്ചുകൂടി നന്നാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ആ കൃത്യമായ ബോധം നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. അപ്പോൾ വേറൊരു ബന്ധങ്ങളിലേക്ക് പോവാതിരിക്കുക. നിങ്ങൾ എത്ര നാളാണോ ഇങ്ങനെ നോ കോൺടാക്ട് റൂൾ അപ്ലൈ ചെയ്യണമെന്ന് വിചാരിച്ചത് അത്രയും നാൾ തന്നെ കണ്ടിന്യൂ ചെയ്യുക. ഇടയിൽ വെച്ച് സ്റ്റോപ്പ് ചെയ്യാതിരിക്കുക. കൂടുതൽ ടൈം നീട്ടി കൊണ്ടുപോകാതിരിക്കുക. ഒരുപാട് കാലം കൊണ്ടുപോയി കഴിഞ്ഞാലും അത് പ്രശ്നമാണ്. അപ്പോൾ ഒരുപാട് കാലം മുന്നോട്ട് കൊണ്ടുപോകാതെ തന്നെ ഇരിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ചിലപ്പോൾ നഷ്ടമാകുമെന്ന് വിചാരിച്ചിരിക്കുന്ന ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കാം അതിനെ തിരികെ കൊണ്ടുവരാൻ. അല്ലെങ്കിൽ ഈ കാര്യത്തിലൂടെ തന്നെ നിലവിൽ നിങ്ങൾക്ക് പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല, അവിടെ ഇവിടെയൊക്കെ ചെറിയ തട്ടലും മുട്ടലും കാര്യങ്ങളൊക്കെ ഉള്ളൂ എന്നുണ്ടെങ്കിൽ അതെല്ലാം ഓക്കെ ആക്കാനും നിങ്ങളുടെ വാല്യൂ ആ ഒരു ആൾക്ക് ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരു പേഴ്സണെ മനസ്സിലാക്കാനും ഒക്കെ കഴിയുന്നത് ഈ കുറച്ച് കാര്യങ്ങളിലൂടെ തന്നെയാണ്. അപ്പോൾ നിങ്ങളൊന്ന് ഫോളോ ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നല്ലൊരു മാറ്റം നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയും എന്നുള്ളതാണ്. അപ്പോൾ ഇതെല്ലാം നിങ്ങളൊന്ന് ഫോളോ ചെയ്യുമെന്ന വിശ്വാസത്തോട് കൂടിയിട്ട് ഞാനത്തെ വീഡിയോ നിർത്തുകയാണ്. നമ്മുടെ വീഡിയോ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്